ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ദി എഫക്റ്റ് ഓഫ് ന്യൂ ടെക്നോളജീസ് ഓൺ ഇംഗ്ലീഷ് ബൈ ഡേവിഡ് ക്രിസ്റ്റൽ. ഡേവിഡ് ക്രിസ്റ്റൽ ഒരു വെൽ നോൺ ലിംഗ്വിസ്റ്റ് ആണ്. അതായത് ലിംഗ്വിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻ എക്സ്പേർട്ട് ഇൻ സ്റ്റഡി ഓഫ് ലാംഗ്വേജസിലൊക്കെ ഒരുപാട് പഠനങ്ങൾ നടത്തി റിസർച്ചൊക്കെ നടത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഹി ഈസ് നോൺ ഫോർ ഹിസ് റിസർച്ച് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്റ്റഡീസ്. ഇംഗ്ലീഷിൽ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രണ്ട് ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് നമുക്ക് നോക്കാം. ഹി ഈസ് ഫേമസ് ഫോർ ഹിസ് 2 encyclopedias ഫോർ Cambridge University Press, the Cambridge Encyclopedia of Language and the Cambridge Encyclopedia of the English Language. ഇത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ രണ്ട് എൻസൈക്ലോപീഡിയാസ് ആണ്. അതായത് ഒരു വലിയ ലാർജ് ബുക്സ് ആണ്. അതിൽ ഒരുപാട് ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻസ് അബൌട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിനൊക്കെ പറ്റിയിട്ട് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏകദേശം 100 കണക്കിന് ബുക്കുകൾ അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഡേറ്റ് വിത്ത് ലാംഗ്വേജ്, ലെറ്റ്സ് ടോക്ക്, ഹൗ ഇംഗ്ലീഷ് കോൺവെർസേഷൻ വർക്ക്സ്, എ ലൈഫ് മെയ്ഡ് ഓഫ് വേർഡ്സ്, അതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് വർക്കുകളാണ്. ഇവിടെ നമുക്ക് ഡേവിഡ് ക്രിസ്റ്റലിൻ്റെ ഒരു ഇൻ്റർവ്യൂയുടെ ഒരു ഭാഗം മാത്രമാണ് പഠിക്കാനുള്ളത്. ദി എഫക്റ്റ് ഓഫ് ന്യൂ ടെക്നോളജീസ് ഓൺ ഇംഗ്ലീഷ്. ഈ ഒരു ഇൻ്റർവ്യൂ നടന്നിരിക്കുന്നത് സൗത്ത് ഈസ്റ്റേൺ യൂറോപ്പിലുള്ള ഒരു കൺട്രി ആയിട്ടുള്ള ബെൽഗ്രേഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓൺ 9th November 2013. ടോണി ഒ ബ്രയൻ എന്ന് പറയുന്ന ഒരു ഇൻ്റർവ്യൂവറാണ് ഈ ഇൻ്റർവ്യൂ എടുക്കുന്നത്. അദ്ദേഹം ബ്രിട്ടീഷ് കൗൺസിൽ ഡയറക്ടറാണ് ഓഫ് വെസ്റ്റേൺ ബാൽക്കൻസ്. വെസ്റ്റേൺ ബാൽക്കൻസ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സൗത്ത് ഈസ്റ്റേൺ യൂറോപ്പിൽ ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രീസിനെയാണ് വെസ്റ്റേൺ ബാൽക്കൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബ്രിട്ടീഷ് കൗൺസിൽ ഡയറക്ടറാണ് നമ്മുടെ ടോണി ഒ ബ്രയൻ. അദ്ദേഹമാണ് ഇവിടുത്തെ ഇൻ്റർവ്യൂവർ. ഇനി ഈ ഇൻ്റർവ്യൂ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. യൂട്യൂബ് ചാനലിൻ്റെ പേര് ബ്രിട്ടീഷ് കൗൺസിൽ സെർബിയ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തന്നെ ആ ഇൻ്റർവ്യൂവിൻ്റെ ബാക്കി ഭാഗങ്ങളും എല്ലാം നമുക്ക് അവിടെ അവൈലബിൾ ആണ്. സമയം കിട്ടുമെങ്കിൽ ബാക്കി ഭാഗങ്ങളും കണ്ടു നോക്കൂ. ഇവിടെ ഒരു ലാംഗ്വേജ് എങ്ങനെയൊക്കെ ഓരോ സമയത്തിനും അനുസരിച്ച് മാറുന്നു, അതായത് പുതിയ ഇൻവെൻഷൻസിനും കണ്ടുപിടുത്തങ്ങളൊക്കെ വരുമ്പോൾ ലാംഗ്വേജിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നാണ് അദ്ദേഹം ഈ ഒരു വീഡിയോയിലുടനീളം പറയുന്നത്. ഇനി ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ യൂട്യൂബിൽ കയറിയിട്ട്, എന്നിട്ട് ഇതിൻ്റെ ഒരു സമ്മറി കേട്ടു നോക്കൂ. ഈ ഒരു വീഡിയോയിൽ അദ്ദേഹം ആദ്യം പറയുന്നത് ടെക്നോളജിയെ പറ്റിയിട്ടാണ്. നമ്മൾ ഓരോ ദിവസവും ഓരോരോ പുതിയ സാങ്കേതിക വിദ്യകളാണല്ലേ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സാങ്കേതിക വിദ്യകൾ നമ്മൾ മനുഷ്യന്മാർ ഉപയോഗിക്കുന്ന ഭാഷയെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഉടനീളം സംസാരിക്കുന്നത്. ടെക്നോളജി ഹാസ് ഓൾവേസ് ഹാഡ് എ സ്ട്രോങ് ഇമ്പാക്ട് ഓൺ ഹൗ വി കമ്മ്യൂണിക്കേറ്റ്. നമ്മൾ പരസ്പരം സംഭാഷണങ്ങൾ നടത്തുന്നതിനെ എങ്ങനെയൊക്കെ ടെക്നോളജി ബാധിക്കുന്നു. അപ്പോൾ അദ്ദേഹം കുറച്ച് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. അതായത് 1400 കാലഘട്ടങ്ങളിലാണ് പ്രിന്റിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ രൂപീകരിച്ചത്. അതിൻ്റെ ഒരു ഇൻവെൻഷൻ 15th centuryയിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇൻവെൻഷൻ വന്നപ്പോൾ ഇറ്റ് ലെഡ് ടു ന്യൂ വേസ് ഓഫ് യൂസിങ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് തന്നെ പല രീതിയിലുമായി ഉപയോഗിക്കുന്നത് നമുക്ക് കാണപ്പെടാൻ സാധിച്ചു. അപ്പോൾ ഇത് ഇംഗ്ലീഷിൽ മാത്രമല്ല, മറിച്ച് എല്ലാ ലാംഗ്വേജിലും ഇങ്ങനൊരു മാറ്റം സംഭവിച്ചു. പല രീതിയിലും ഇപ്പോൾ മലയാളമാണെങ്കിലും മലയാളം തന്നെ പല രീതിയിലും യൂസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ അതിനുശേഷം എന്തായിരിക്കും വന്നിട്ടുണ്ടാവുക? പ്രിൻറ്റിങ്ങിന് ശേഷം പ്രിൻറ്റിങ്ങിലൂടെ അച്ചടിക്കാൻ പറ്റിയ സാധനങ്ങൾ വന്നിട്ടുണ്ടാവും അല്ലേ? ന്യൂസ് പേപ്പറിൻ്റെ ക്രിയേഷൻ, ന്യൂസ് പേപ്പർ അതിനുശേഷം വരുന്നു. അപ്പോൾ ന്യൂസ് പേപ്പറിൽ എന്തൊക്കെയാണ് വ്യത്യാസം? ന്യൂസ് പേപ്പറിന് അവരുടേതായിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് സ്റ്റൈല് അവരുണ്ടാക്കിയെടുത്തു. അതിൽ ഹെഡ്ലൈൻസ് ഉണ്ടാവും, കാർട്ടൂൺസ് ഉണ്ടാവും, ക്യാപ്ഷൻസ് ഉണ്ടാവും, എഡിറ്റോറിയൽസ് ഉണ്ടാവും അല്ലേ? ഈ ഹെഡ്ലൈൻസ് എന്ന് വെച്ചാൽ മെയിൻ ടൈറ്റിൽസ് ആണ്. ഇപ്പോൾ കാർട്ടൂൺസ് എന്ന് വെച്ചാൽ ഇപ്പോൾ മനോരമ പത്രത്തിൻ്റെ ചോട്ടിലൊക്കെ ആയിട്ട് കുറച്ചിങ്ങനെ ഒരു ഹ്യൂമറസ് ആയിട്ട് തമാശ രീതിയിൽ വല്ലതൊക്കെ ഇങ്ങനെ ചിത്രീകരിച്ചിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. അതുപോലെ എഡിറ്റോറിയൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒപ്പീനിയൻ ആർട്ടിക്കിൾസ് ഒക്കെ എഴുതാൻ പറ്റിയിട്ടുള്ള ആ ഒരു ഏരിയ അല്ലേ, റിട്ടൺ ബൈ ദി ന്യൂസ് പേപ്പർ എഡിറ്റേഴ്സ്. അപ്പോൾ ഇതെല്ലാം ആ ഒരു ന്യൂസ് പേപ്പറിൽ നമുക്ക് കാണപ്പെടാൻ സാധിച്ചു. അപ്പോൾ അതൊക്കെ ഓരോ ടൈപ്പ് ഓഫ് യൂസിങ് ലാംഗ്വേജ് ആണ്. നമ്മൾ ഇപ്പോൾ എഡിറ്റോറിയലിൽ നമ്മൾ എഴുതുന്ന പോലെ ആയിരിക്കില്ല ഹെഡ്ലൈനിൽ എഴുതുക അല്ലേ? ഹെഡ്ലൈനിൽ എന്താണ് അതിൻ്റെ ആ ഒരു ഏകദേശം ഒരു സമ്മറിയൊക്കെ വെച്ച് അത് വായിച്ചാൽ ഇന്നതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയണതെന്ന് നമുക്ക് ഹെഡ്ലൈൻ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഓരോന്നിനും ഓരോ ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ആണ് ഉള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രിൻറ്റിങ് വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഓരോ ടൈപ്സ് ഓഫ് ലാംഗ്വേജസിൻ്റെ എവല്യൂഷൻ സംഭവിക്കുന്നത്. അതിനു മുമ്പ് ഇങ്ങനെ പല വെറൈറ്റീസ് ഓഫ് ലാംഗ്വേജസ് ഒന്നും കാണാൻ സാധിച്ചിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി പ്രിൻറ്റിങ് വന്നു, ന്യൂസ് പേപ്പർ വന്നു, പിന്നെയാണ് വരുന്നത് ആര്? ടെലഫോൺ. അപ്പോൾ 19th centuryയിൽ ടെലഫോൺ വന്നപ്പോൾ എന്തൊക്കെയായിരുന്നു മാറ്റങ്ങൾ? അപ്പോൾ ടെലഫോൺ ആദ്യം വന്നപ്പോൾ ആളുകൾക്ക് എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത് എന്ന് പോലും അറിയില്ലായിരുന്നു. അപ്പോൾ ഒരു കോള് വന്നു കഴിഞ്ഞാൽ കോൾ എടുത്തിട്ട് ഉറക്കെ അത്ര സംസാരിക്കുക, ഹൂ ഈസ് ദാറ്റ്, ആർ യു ദേ, അങ്ങനെ സംസാരിക്കും. അപ്പോൾ അവർക്ക് ഒരു അടിസ്ഥാനപരമായ ടെലഫോൺ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ ആ ഒരു മര്യാദകൾ, ആ ഒരു റൂൾസ് അതൊന്നും ആളുകൾക്ക് അറിഞ്ഞിരുന്നു. കാരണം അന്ന് ആ ആളുകൾക്ക് പരസ്പരം നേരിട്ട്
കണ്ടിട്ട് സംസാരിക്കുവാൻ മാത്രമേ അറിയുള്ളായിരുന്നു. അല്ലാണ്ട് ദൂരെ കിടക്കുന്ന ഒരാളോട് ഈ ഫോണിലൂടെ സംസാരിക്കാൻ അവർക്ക് തികച്ചും അറിയില്ല. അവരാദ്യമായിട്ടാണ് അങ്ങനെ ഒരു പ്രവൃത്തി അവർ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ നോക്കൂ, നമ്മളിപ്പോൾ ഒരു ഫോൺ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? വളരെ സിമ്പിളാണ് അല്ലേ? നമ്മൾ ജസ്റ്റ് കോൾ എടുക്കുന്നു, ഹലോ, പറയൂ, വിശേഷങ്ങൾ പറയൂ, അത്രയേ ഉള്ളൂ അല്ലേ? അപ്പോൾ അന്ന് ഈ ടെലഫോണിൻ്റെ ഇൻവെൻഷൻ്റെ സമയത്ത് ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ചു. കാരണം ഇത് വളരെയധികം സൊസൈറ്റിയെ ബാധിക്കും. പീപ്പിൾ ഫിയർഡ് ഇറ്റ് വുഡ് നെഗറ്റീവ്ലി എഫക്ട് സൊസൈറ്റിയെ അങ്ങോട്ട് ഇല്ലാതാക്കും, താറുമാറാക്കും എന്നൊക്കെ പറഞ്ഞു. കാരണം അവർ വിചാരിച്ചത് നമ്മൾ ഒരിക്കലും ആളുകളെ നേരിട്ട് കണ്ടിട്ടല്ല സംസാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ സൊസൈറ്റിയെ ബാധിക്കും, അതൊരു ഡിസാസ്റ്റർ ആയിട്ട് മാറാൻ സാധ്യതയുണ്ടെന്നൊക്കെ അന്നത്തെ ആളുകൾ വിശ്വസിച്ചു. പക്ഷെ അങ്ങനെ ഒന്നും തന്നെ സംഭവിച്ചില്ല എന്നാണ് പറയുന്നത്. അതിനുശേഷം നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഇൻവെൻഷൻ ആണ് നമ്മുടെ ബ്രോഡ്കാസ്റ്റിംഗ് അല്ലേ? നമ്മുടെ റേഡിയോ വന്നു, ടെലിവിഷൻ വന്നു. അതെങ്ങനെ നമ്മളെ ബാധിച്ചത് അല്ലേ? ഇപ്പോൾ നമ്മൾ ആകാശവാണിയൊക്കെ വന്നപ്പോൾ പണ്ട് ആളുകൾ അത് മാത്രമേ കേൾക്കുള്ളൂമായിരുന്നു അല്ലേ? ഒരു സമയത്ത് നമുക്കിവിടെ ദൂരദർശനും ആകാശവാണിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഏഷ്യനെറ്റും സൂര്യയും അമൃതയൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതെങ്ങനെ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്തു? അപ്പോൾ ആ സമയത്തും ആളുകൾ വിചാരിച്ചിരുന്ന ഇപ്പോൾ ബ്രോഡ്കാസ്റ്റിംഗ് വന്നു, ബ്രോഡ്കാസ്റ്റിംഗും എന്ത് തന്നെയാണ്, ഒരു ഡിസാസ്റ്ററായി മാറും, സൊസൈറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്ത് സൊസൈറ്റിയെ നശിപ്പിക്കുന്നതാണ് വിചാരിച്ചിരുന്നത്. സൊസൈറ്റിയെ ബ്രെയിൻ വാഷ് ചെയ്യുമെന്ന് വിചാരിച്ചു. അതായത് ഈ എപ്പോഴും ആളുകൾ ഈ ആകാശവാണിയും റേഡിയോ അതൊക്കെയല്ലേ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കേട്ടോണ്ടിരുന്ന ഈ കേട്ടിട്ട് അവരുടെ മൈൻഡുകളെ അത്രമേൽ ബാധിക്കുമെന്നും അവരുടെ ആ ചിന്തകളെയൊക്കെ അത്രമേൽ കൺട്രോൾ ചെയ്യുന്നൊക്കെ ആളുകൾ വിചാരിച്ചു. പക്ഷെ അങ്ങനെയാണോ സംഭവിച്ചത്? അല്ല. അപ്പോൾ അതും ഒരു സൊസൈറ്റിയെ നശിപ്പിച്ചൊന്നുമില്ല അല്ലേ? ഓൾദോ റേഡിയോ ആൻഡ് ടെലിവിഷൻ ഡിഡ് നോട്ട് റൂയിൻ ദ സൊസൈറ്റി, ദേ ഡിഡ് ചേഞ്ച് ദ വേ ഓഫ് പീപ്പിൾ യൂസ് ലാംഗ്വേജസ്. അപ്പോൾ ആളുകൾ ഇങ്ങനത്തെ ഓരോ റേഡിയോസും ടെലിവിഷൻസിലൊക്കെ ഓരോ ബ്രോഡ്കാസ്റ്റിങ്സ് കാണുമ്പോൾ അവരുടെ ഉള്ളിൽ പുതിയ ഡെവലപ്മെൻറ്റ് ഓഫ് ലാംഗ്വേജസ്, ഇപ്പോൾ മലയാളം തന്നെ പല രീതിയിലും ആളുകളൊക്കെ സംസാരിക്കാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ ഇംഗ്ലീഷും അതുപോലെ തന്നെ പല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങുന്നു. അദ്ദേഹം ഈ ഒരു വീഡിയോയിൽ ഇംഗ്ലീഷിനെ പറ്റിയിട്ടാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ മലയാളത്തിലും ഇതേ ഇൻഫ്ലുവൻസ് ഒക്കെ നമുക്ക് എന്തായാലും വന്നിട്ടുണ്ടാവും. പിന്നീട് അദ്ദേഹം പറയുന്നത് നമ്മുടെ ഈ ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ പല വെറൈറ്റീസിനെ പറ്റിയിട്ടാണ്. ന്യൂസ് റീഡിങ്, വാർത്താ വായന, പിന്നെ അതുപോലെ തന്നെ വെതർ ഫോർകാസ്റ്റിംഗ്, വെതറിനെ പറ്റി പ്രഡിക്റ്റ് ചെയ്യുന്ന അതിൻ്റെ റിപ്പോർട്ടൊക്കെ പറയുന്ന പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. പിന്നെ ചാറ്റ് ഷോസ്, ഗസ്റ്റുകളൊക്കെ ഇങ്ങനെ വന്നിട്ട് അവർ പല ടോപ്പിക്സിനെ പറ്റിയിട്ടൊക്കെ ചർച്ച ചെയ്യുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ബ്രോഡ്കാസ്റ്റിംഗ് പല രീതിയിലേക്കും പല ന്യൂ വേസ് ഓഫ് സ്പീക്കിങ്ങിലേക്കും നമ്മളെ ആളുകളെ എത്തിക്കുക എന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം സ്പോർട്സ് കമൻട്രിയെ പറ്റിയിട്ടാണ്, ഫുട്ബോൾ കമൻട്രി. ഇപ്പോൾ നമ്മുടെ ISL നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയൊക്കെ കളി വരുമ്പോൾ ഷൈജു ദാമോദരൻ്റെ കമൻട്രിയൊക്കെ നമ്മൾ കാണാറുണ്ടല്ലേ? എങ്ങനെയാണ് അതൊരു വേറെ ടൈപ്പ് ഓഫ് ആണ്. അതിൽ ഭയങ്കര ഭയങ്കര എനർജിയിൽ ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ കമൻട്രി ചെയ്യുക. അപ്പോൾ അതൊരു വേറെ ടൈപ്പ് ഓഫ് ലാംഗ്വേജിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ആ സ്പോർട്സ് കമൻട്രി വേറൊരു ടൈപ്പ് ഓഫ് ലാംഗ്വേജ്, ബ്രോഡ്കാസ്റ്റിംഗ് വേറൊരു ടൈപ്പ് ഓഫ് ലാംഗ്വേജിലേക്ക് അങ്ങനെയൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ഇൻ്റർനെറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ടെക്നോളജീസ് എന്തൊക്കെ മാറ്റങ്ങൾ ലാംഗ്വേജിൽ കൊണ്ടുവന്നോ അത് തന്നെയാണ് നമ്മുടെ ഇൻ്റർനെറ്റും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ്. തുടർന്ന് അദ്ദേഹം പറയുന്നത് ഇന്റർനെറ്റിലൂടെ വന്നിട്ടുള്ള ഒരുപാട് ടെക്നോളജീസിനെ പറ്റിയിട്ടാണ്. ഒന്ന് വേൾഡ് വൈഡ് വെബ്. എന്താണ് വേൾഡ് വൈഡ് വെബ്? നമ്മളിപ്പോൾ ഒരു www. എന്ന് പറഞ്ഞിട്ടാണല്ലേ നമുക്ക് വെബ് പേജ് ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് വേൾഡ് വൈഡ് വെബ്, എ സിസ്റ്റം ഓഫ് ഇന്റർലിങ്ക്ഡ് വെബ് പേജസ് ആക്സസിബിൾ ത്രൂ ഇൻ്റർനെറ്റ്. അതായത് നമ്മൾ ഒരുപാട് വെബ് പേജുകളുടെ ഒരു കണക്ഷനാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബന്ധിപ്പിച്ചൊരു സിസ്റ്റമാണ്. അത് 1991 അത് ഇൻവെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിനു മുമ്പ് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇനി ഗൂഗിൾ എപ്പോഴാണ് വന്നത്? 1999. അപ്പോൾ ഗൂഗിൾ എന്താണ്? ഒരു സെർച്ച് എഞ്ചിനാണ്. നമ്മൾ അതിൽ എന്തെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓൺലൈനിൽ അവിടെ എവിടെയൊക്കെ തപ്പിപ്പിടിച്ച് നമുക്ക് അതിൻ്റെ ഉത്തരം തരും. ഇനി ഇമെയിൽ എപ്പോഴാണ് വന്നത്? ഇലക്ട്രോണിക് മെയിൽ ഒരു മിഡ് 1990s. അതിനു മുമ്പ് ഇതിനെപ്പറ്റി ആർക്കും ഒന്നും അറിയണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് നമ്മുടെ SMS, ടെക്സ്റ്റ് മെസ്സേജസിൻ്റെ ഒക്കെ വരവ്. ഒരു 2000 ആ ഒരു സമയത്തൊക്കെയാണ് അതിൻ്റെ ആ ഒരു ഇൻവെൻഷൻ. SMS എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുണ്ടാവും, ഷോർട്ട് മെസ്സേജ് സർവീസ്. അപ്പോൾ ചെറിയ മെസ്സേജുകൾ ഇങ്ങനെയൊക്കെ അയക്കാം. നമ്മൾ IDയുടെ ചെറിയ റീചാർജ് കൂപ്പണൊക്കെ വാങ്ങിയിട്ട് സ്ക്രാച്ച് ചെയ്തിട്ടൊക്കെ നമ്മൾ റീചാർജൊക്കെ ചെയ്ത് SMS ഒക്കെ അയച്ചിട്ടുണ്ടാവും അല്ലേ? എല്ലാവർക്കും ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിനോടൊന്ന് ചോദിച്ചു നോക്കാം, അവരങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ അതിനുശേഷം വന്നിട്ടുള്ള ഒന്നാണ് ബ്ലോഗിംഗ് എന്ന് പറയുന്നത്. ബ്ലോഗിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എക്സാമ്പിൾ, നമ്മളിപ്പോൾ പണ്ട് നമ്മൾ ഡയറി ഒക്കെ എഴുതാറുണ്ട്, ഡയറി കുറിപ്പുകൾ. നമ്മളിപ്പോൾ എവിടെയെങ്കിലും യാത്ര പോയി വന്നാലോ അല്ലെങ്കിൽ ഓരോ ദിവസത്തെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ, ചില ആളുകളുടെ ഒരു ഹോബിയാണ് അത് എഴുതി വെക്കുന്നത്. അതുപോലെ തന്നെ ഓൺലൈൻ വെബ്സൈറ്റിൽ ഒരു ഡയറി എഴുതുന്നതാണ് നമ്മുടെ ബ്ലോഗിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ വേറൊരു പേരുണ്ട്, വെബ് ലോഗ് എന്നാണ്. അപ്പോൾ അവിടെ നമ്മൾ വന്നിട്ട് നമുക്ക് ഓൺലൈനായിട്ട് നമ്മുടെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ എഴുതാം. അപ്പോൾ അതിൻ്റെ ആ ഒരു സമയം എന്ന് പറയുന്നതും 2003 ആ ഒരു സമയത്താണ് അതിൻ്റെ ഒരു
ഒരു ഇൻവെൻഷൻ. അതിനു മുമ്പ് ബ്ലോഗിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. പിന്നെ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലേ? 2004 ഒക്കെയാണ് അതിൻ്റെ ഇൻവെൻഷൻ. യൂട്യൂബ് നമുക്കറിയാം 2005 ട്വിറ്റർ നമുക്കറിയാം. എന്താണ് ട്വിറ്റർ എന്ന് തന്നെയാണ് നമുക്ക് നമ്മുടെ ഓരോ കാര്യങ്ങൾ, അതൊരു തരം ബ്ലോഗിങ് സൈറ്റ് തന്നെയാണ്. അതുപോലെ ഡയറിയൊക്കെ എഴുതാൻ പറ്റുന്ന ഒരു സൈറ്റ് തന്നെയാണ്. നമുക്ക് ചെറിയ ചെറിയ ഷോർട്ട് മെസ്സേജസ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഇടാം. അപ്പോൾ ട്വിറ്ററിലും 2006 ട്വിറ്ററിൻ്റെ ഒരു ഇൻവെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ട്വിറ്ററൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിലൊന്ന് പറയുക കേട്ടോ. അപ്പോൾ ഇദ്ദേഹവും അതിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ട്വിറ്റർ ഉപയോഗിക്കുന്നവരാണോ, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരാണോ എന്നൊക്കെ അദ്ദേഹവും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസും അവരുടേതായിട്ടുള്ള ഡിസ്റ്റിങ്ക്റ്റീവ് സ്റ്റൈൽ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് കൊണ്ടുവന്നു. ഓരോ പ്ലാറ്റ്ഫോമിലും ഓരോ തരത്തിലാണ് ആളുകൾ സംസാരിക്കുന്നതും എഴുതുന്നതും ഒക്കെ. ഇപ്പോൾ അത് ഇംഗ്ലീഷിൽ മാത്രമല്ല കേട്ടോ, അത് ഏത് ലാംഗ്വേജിലാണെങ്കിലും, മലയാളത്തിലാണെങ്കിലും സെർബിയൻ ലാംഗ്വേജിലാണെങ്കിലും എല്ലാത്തിലും അങ്ങനെയാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ SMS എഴുതാണ്, ടെക്സ്റ്റ് മെസ്സേജിങ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ ചെറുതായിരിക്കും, വളരെ ഇൻഫോർമൽ ആയിരിക്കും. ഇപ്പം ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നത് എങ്ങനെയായിരിക്കും, വളരെ ചെറുതാക്കിയിട്ടും നമുക്ക് നല്ല പരിചയമുള്ളതുകൊണ്ട് നല്ല നല്ല ഇൻഫോർമൽ ആയിട്ടാണ് സംസാരിക്കുന്നത്. ഇനി ബ്ലോഗിംഗ് ആണ്, നമ്മൾ ഓൺലൈൻ ഡയറി ആണൊക്കെ എഴുതുന്നതെങ്കിൽ അത് വളരെ നീളമുള്ളൊരു സംഭവമായിരിക്കും. അതുപോലെ തന്നെ നല്ല സ്ട്രക്ചേർഡായി വെൽ സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ നമ്മൾ എഴുതുള്ളൂ. ഇനി ഫേസ്ബുക്കിലൂടെ ആണെങ്കിൽ എന്താ, അതൊരു തരം സോഷ്യൽ ഇൻട്രാക്ഷൻ ആണ്, അത്രയ്ക്ക് ഫോർമൽ ആയിട്ടുള്ള രീതിയിലൊന്നും നമുക്ക് അവിടെ സംസാരിക്കേണ്ട കാര്യം വരില്ല. പിന്നെ അതുപോലെ ട്വിറ്റർ ആണെങ്കിലും ഒരു ചെറിയ ചെറിയ ബ്രീഫ് അപ്ഡേറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് അവിടെ എഴുതിയാൽ മതി. ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ ഓരോ പ്ലാറ്റ്ഫോം വരുമ്പോഴും അതിൻ്റെ ആ ഒരു മെസ്സേജിൻ്റെ രീതി മാറുന്നു. ചിലപ്പോൾ മെസ്സേജിൻ്റെ നീളങ്ങൾ കുറയും അല്ലേ? അല്ല, ഇപ്പോൾ ഈ ഇതിൽ പറയുന്നുണ്ട് ട്വിറ്ററിലൊക്കെ അവരുടെ ഒരു ക്യാരക്ടർ ലിമിറ്റ് ഉണ്ട്. നിങ്ങളിപ്പോൾ ഈ യൂട്യൂബൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇത്ര ക്യാരക്ടേഴ്സ് വരെ നമുക്ക് ടൈപ്പ് ചെയ്ത് ഹെഡ്ലൈൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു 200 ഹെഡ്ലൈൻ്റെ ലിമിറ്റ് എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നമ്മൾ ടെക്സ്റ്റ് മെസ്സേജിനും ഒരു 160 ക്യാരക്ടേഴ്സ് വരെയാണ് അതിൻ്റെ ലിമിറ്റ്. അതുപോലെ ട്വിറ്ററിന് 140. ട്വിറ്ററിന് 160 ഉണ്ടായിരുന്നു, അതിൽ 20 യൂസർ നെയിമിന് പോയി, ബാക്കി 140 നമുക്ക് മെസ്സേജുകൾ അടിക്കാനുള്ളത്. അപ്പോൾ ഈ 140 മെസ്സേജുകളിൽ അത്രയും ചെറുതായിട്ട് വളരെ മീനിങ് ഫുൾ ആയിട്ട് ഒരു വ്യക്തി എഴുതണമെന്നാണ് പറയുന്നത്. ഒരു 30 വേർഡ്സ് ഒക്കെ ആവറേജ് എഴുതാൻ പറ്റുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഓരോ ലിമിറ്റേഷൻസും നമുക്കുണ്ട് അല്ലേ? ഇപ്പം ഈ 140 ക്യാരക്ടേഴ്സിൽ നമ്മൾ എഴുതണം. അപ്പോൾ വളരെ ചെറുതായിരിക്കും അല്ലേ? ട്വിറ്ററിലുള്ള മെസ്സേജുകളൊക്കെ വളരെ ചെറുതായിരിക്കും. അപ്പോൾ അവിടെ നമ്മുടെ ട്വിറ്റർ എന്താ, നമ്മുടെ ലാംഗ്വേജിനെ കുറച്ച് ലിമിറ്റേഷൻസ് ഇമ്പോസ് ചെയ്യാണ്. അവിടെ ഒരു സർട്ടൻ ലിമിറ്റേഷൻസ് വരികയാണ്. അപ്പോൾ അതൊരു തരം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ആയിട്ട് അവിടെ മാറുകയാണ്. അടുത്തതായി അദ്ദേഹം പറയുന്നത് പ്രോംപ്റ്റ് മെസ്സേജുകളെ പറ്റിയിട്ടാണ്. അതായത് പ്രോംപ്റ്റ് മെസ്സേജുകൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഫേസ്ബുക്ക് ഒക്കെ ഫസ്റ്റ് തുറക്കുകയാണെങ്കിൽ അതിൻ്റെ മേലെ തന്നെ ഉണ്ടാവും, ഹൗ ഈസ് യുവർ ഡേ, ടെൽ മീ സംതിങ് അബൌട്ട് യു, അല്ലെങ്കിൽ ടെൽ മീ സംതിങ് അബൌട്ട് യുവർ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ മെസ്സേജുകൾ കാണും. അതാണ് പ്രോംപ്റ്റ് മെസ്സേജുകൾ. അപ്പോൾ അത് വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു പ്രേരണ തോന്നും എന്തെങ്കിലുമൊക്കെ അവിടെ എഴുതാമെന്ന്. അപ്പോൾ നമ്മുടെ ട്വിറ്ററിലും ആദ്യമായി ട്വിറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഒരു പ്രോംപ്റ്റ് മെസ്സേജ് ഉണ്ടായിരുന്നു. വാട്ട് ആർ യു ഡൂയിങ് എന്നായിരുന്നു ആ മെസ്സേജ്. അപ്പോൾ ആദ്യമായി ഇറങ്ങിയ ഈ ട്വീറ്റുകളിലെല്ലാം നമുക്ക് കാണപ്പെട്ടിരുന്നത് ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺസിനെയാണ്. അതായത് ഐ, മീ, മൈ ഇങ്ങനത്തെ സാധനങ്ങളുടെയൊക്കെ യൂസേജ് ആണ് കൂടുതൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പ്രസന്റ് ടെൻസിന്റെ യൂസേജും കണ്ടിരുന്നു. ഐ ആം വാച്ചിങ്, ഐ ആം സ്റ്റക്ക്. കാരണം വാട്ട് ആർ യു ഡൂയിങ് എന്നാണല്ലോ ചോദ്യം. അപ്പൊ അതിന് ഉത്തരം എന്താണ്? ഐ ആം വാച്ചിങ് TV, അല്ലെങ്കിൽ ഐ ആം ഈറ്റിംഗ് ഫുഡ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഈ ഒരു കാര്യത്തിന് അദ്ദേഹം ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. സ്റ്റീഫൻ ഫ്രൈ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ആക്ടർ ആൻഡ് റൈറ്റർ, അദ്ദേഹം ഒരു ദിവസം ഒരു ലിഫ്റ്റിൽ കുടുങ്ങിയതിനു ശേഷം അദ്ദേഹം ഒരു ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു, ഐ ആം സ്റ്റക്ക് ഇൻ എ ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട്. സോ ഹി യൂസ്ഡ് ട്വിറ്റർ ടു ഇൻഫോം എവറി വൺ അബൌട്ട് ഹിസ് സിറ്റുവേഷൻ. അങ്ങനെ ആ ഒരു ട്വീറ്റ് ഒരുപാട് ആളുകളിലേക്ക് എത്തി. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ വളരെ ആകാംക്ഷയോടെ അദ്ദേഹത്തിന്റെ അപ്ഡേറ്റുകൾക്കായി കാത്തിരുന്നു. സോ സ്റ്റീഫൻ ഫ്രൈ കണ്ടിന്യൂ ട്വീറ്റിംഗ് അബൌട്ട് ഹിസ് എക്സ്പീരിയൻസ് ഫോർ അവേഴ്സ്. അദ്ദേഹം ഒരുപാട് നേരം അദ്ദേഹത്തിന് അതിൻ്റെ ഉള്ളിലൊക്കെ സംഭവിച്ച കാര്യങ്ങളെയൊക്കെ പറ്റി അദ്ദേഹം ഇങ്ങനെ ട്വീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ദിസ് ഈവൻ ഷോഡ് ദാറ്റ് ട്വിറ്റർ വാസ് മോർ ദാൻ ജസ്റ്റ് status updates, it could be used for live storytelling. അതായത് അദ്ദേഹത്തിന് ആ ഒരു സമയത്തുണ്ടായിരുന്ന കഥകളെല്ലാം അദ്ദേഹം വളരെ ലൈവായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ ശേഷം ട്വിറ്ററിൻ്റെ ആ ഒരു പ്രോംപ്റ്റ്, അതായത് ട്വിറ്ററിൽ ഇപ്പോൾ എന്താ അവനവൻ്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഐ എം ഈറ്റിംഗ് ഫുഡ്, ഞാനിപ്പോൾ ലിഫ്റ്റിൽ കുടുങ്ങിയിരിക്കുന്നു, ഈ കാര്യങ്ങൾ മാത്രമാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. പേഴ്സണൽ അപ്ഡേറ്റ്സ് ആണ് എല്ലാവരും എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2009 ട്വിറ്റർ അവരുടെ പ്രോംപ്റ്റ് മെസ്സേജ് ഈ വാട്ട് ആർ യു ഡൂയിങ് എന്നുള്ളതിൽ നിന്നും
മാറ്റി. വാട്ട്സ് ഹാപ്പനിങ് എന്നാക്കി. അതായത് മുമ്പത്തെ ആ ഒരു പ്രോംപ്റ്റ് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ എഴുതാനാണ് ആളുകളെ പ്രേരിപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ എന്താണ്, ചുറ്റുമുള്ള സംഭവങ്ങളെ പറ്റിയിട്ട് ഒബ്സർവ് ചെയ്ത് അതിനെ പറ്റിയിട്ട് റിപ്പോർട്ടുകൾ പോലെ എഴുതാനാണ് ട്വിറ്റർ പിന്നീട് പറയേണ്ടായിരുന്നത്. നമ്മൾ ആദ്യത്തെ പ്രോംപ്റ്റ് മെസ്സേജ് ഉപയോഗിച്ചിട്ട് ടൈപ്പ് ചെയ്യായിരുന്നുവെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺസിൻ്റെ യൂസേജും പ്രസൻറ്റ് ടെൻസിൻ്റെ യൂസേജും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ പ്രോംപ്റ്റ് മെസ്സേജ് മാറി. അപ്പോൾ എന്താ സംഭവം, തേർഡ് പേഴ്സൺ പ്രൊനൗൺസ് ആയിട്ടുള്ള ഹീ, ഷീ, ദേ ഇതിൻ്റെ യൂസേജ് കാണാൻ തുടങ്ങി. കാരണം ആളുകൾ മറ്റുള്ള ആളുകളെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യാൻ, അവരുടെ ട്വീറ്റുകൾ മറ്റുള്ള ആളുകളെ പറ്റി മെൻഷൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ പണ്ട് നടന്ന കാര്യങ്ങളും ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് ആളുകൾ ചർച്ച ചെയ്യാൻ തുടങ്ങി. പീപ്പിൾ സ്റ്റാർട്ടഡ് ഡിസ്കസിങ് പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ഈവൻറ്റ്സ് ആസ് വെൽ. അപ്പോൾ അതുകൊണ്ട് പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും അവിടെ ചർച്ച ചെയ്യാൻ തുടങ്ങി ആ ഒരു ട്വിറ്ററിൽ എന്നാണ് പറയുന്നത്. അതാണ് അവിടെ നടന്നിട്ടുള്ളൊരു എന്താണ് വമ്പൻ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ലാംഗ്വേജിൻ്റെ ആ ഒരു ചേഞ്ച് നോക്കൂ. ട്വിറ്റർ ലാംഗ്വേജിലൊരു മാറ്റം കൊണ്ടുവരല്ലേ ചെയ്തത്, അതാണ് അവിടെ പറയുന്നത്. അങ്ങനെ ആളുകൾ ട്വിറ്ററിനെ ഒരു അഡ്വർടൈസ്മെൻറ്റ് പ്ലാറ്റ്ഫോമാക്കി മാറ്റിയെന്ന് പറയുന്നു. ഒരുപാട് ആളുകളും കമ്പനീസെല്ലാം അവരുടെ സാധനങ്ങളെ അഡ്വർടൈസ് ചെയ്യാൻ, അവരുടെ പ്രൊഡക്ട്സിനെ സെല്ല് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ട്വിറ്ററിനെ ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് പറയുന്നു. ട്വിറ്റർ എന്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആദ്യത്തിൽ വെറുതെ അവനവൻ്റെ പേഴ്സണൽ അപ്ഡേറ്റ്സ് ഇടാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം. വാട്ട് ആർ യു ഡൂയിങ് എന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എഴുതാനുള്ളൊരു സ്ഥലമായിരുന്നു. പക്ഷേ പിന്നീട് അത് എന്തായി മാറി, ട്വിറ്റർ ബിക്കേം എ പ്ലാറ്റ്ഫോം ഫോർ ഷെയറിങ് ന്യൂസ് ആൻഡ് പബ്ലിക് ഈവൻറ്റ്സ്. എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ട് ചർച്ച ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാറി. അപ്പോൾ ദിസ് ചേഞ്ച് ഇൻ ട്വിറ്റേഴ്സ് ഫോക്കസ് ലെഡ് ടു ദി മേജർ ട്രാൻസ്ഫോർമേഷൻ ഇൻ ലാംഗ്വേജ് യൂസ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഡേവിഡ് ക്രിസ്റ്റൽ പറയുന്നത് ഇതുതന്നെയാണ്. ഓരോ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും നമ്മൾ എങ്ങനെയൊക്കെ ബാധിക്കുന്നു, നമ്മുടെ ആ ഒരു ലാംഗ്വേജിനെ എങ്ങനെയൊക്കെ ഷേപ്പ് ചെയ്യുന്നു, ഷേപ്സ് ഹൗ പീപ്പിൾ കമ്മ്യൂണിക്കേറ്റ്, നമ്മളെങ്ങനെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഷേപ്പ് ചെയ്യുന്നു. ഈ ഒരു മാറ്റങ്ങളെല്ലാം പുതിയതാണ് അല്ലേ. ഇതൊക്കെ ഇപ്പോൾ 2009 ഈ ട്വിറ്ററിൽ ഇങ്ങനൊരു ചേഞ്ച് വന്നത്. അപ്പോൾ ലാംഗ്വേജിന് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു മാറ്റം എന്ന് പറയാൻ നമുക്കിപ്പോൾ സാധിക്കില്ല. ഇമ്പാക്റ്റ് ഉണ്ട്, പക്ഷേ ആ ലാംഗ്വേജിൻ്റെ മാറ്റം വളരെ ചെറുതാണ്. ഇനി കുറച്ചിങ്ങനെ സമയം ചെല്ലും തോറുമാണ് അതിൻ്റെ ആ ഒരു പൂർണ്ണതയെ നമുക്ക് ആ ഒരു മാറ്റം വളരെ നന്നായിട്ട് വിസിബിൾ ആവുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇൻ്റർനെറ്റൊക്കെ ഇപ്പോൾ ഒരു 2000 കാലഘട്ടത്തിൽ വന്നതാണ് അല്ലേ. അപ്പോൾ ഒരു വലിയ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ ഈ ഒരു 20 വർഷം നോക്കുകയാണെങ്കിൽ, ഒരു 20 വർഷത്തെ കാലഘട്ടം നോക്കുകയാണെങ്കിൽ 20 വർഷം മുമ്പത്തെ ഇംഗ്ലീഷ് തന്നെയാണ് ഏകദേശം ഇപ്പോഴും. പക്ഷേ നമ്മളൊരു 50 വർഷം കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ ഈ ഇൻ്റർനെറ്റ് ഒരുപാട് നമ്മുടെ ലാംഗ്വേജിനെ മാറ്റിയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ലോൽ എന്ന് പറയുന്ന ഓരോ ഷോർട്ടൻഡ് വേർഡ്സ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഒക്കെ ഉപയോഗിക്കും അല്ലേ. ലോഫിങ് ഔട്ട് ലൗഡ് എന്നാണ് അതിൻ്റെ ഒരു അബ്രിവിയേഷൻ. അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ട്, ശരി തന്നെയാണ്. അബ്രിവിയേഷൻ നമ്മുടെ ലാംഗ്വേജിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. ഇപ്പോൾ നമ്മൾ ഐ ഡോണ്ട് നോ എന്നുള്ളതിന് നമ്മൾ IDK എന്നൊക്കെ ടൈപ്പ് ചെയ്യും. അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും ഒരു ഭയങ്കര ഇമ്പാക്റ്റ് ഇപ്പോൾ നമുക്കില്ല. ഇൻ ദ ഫ്യൂച്ചർ ദ ഇൻ്റർനെറ്റ് മേ ഹാവ് സച്ച് എ ബിഗ് ഇമ്പാക്റ്റ് ഓൺ ലാംഗ്വേജ്. ഒരു 100 വർഷങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, 100 വർഷങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് ആ ഒരു മാറ്റം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിലവിലിപ്പോൾ അത് ഏകദേശം ഒരു സ്റ്റേബിൾ എന്നുള്ളൊരവസ്ഥയിലാണ് പോകുന്നത് എന്ന് പറയുന്നു. അടുത്തതായി നമ്മുടെ ഇൻ്റർവ്യൂവർ ചോദിക്കുന്ന ചോദ്യമാണ്, വെദർ അതോറിറ്റി ഫിഗേഴ്സ് ഷുഡ് വറി ദാറ്റ് സോഷ്യൽ മീഡിയ ആൻഡ് ടെക്സ്റ്റിംഗ് ആർ ഹാർമിംഗ് ലാംഗ്വേജ് or see these changes as temporary and unimportant. അതായത് അതോറിറ്റി ഫിഗേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ടീച്ചേഴ്സോ സ്കോളേഴ്സോ അവരെയൊക്കെയാണ്. അപ്പോൾ അവരെങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയയുടെ ഈ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചിനെ കാണേണ്ടത്? അതായത് സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ ടെക്സ്റ്റിംഗ് ഇതെല്ലാം നമ്മുടെ ഒറിജിനലുള്ള ഭാഷയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് മോശപ്പെട്ട രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ടാണോ കാണേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു മാറ്റം ഒരു ടെമ്പററി മാറ്റമാണ്, ഒരു താൽക്കാലിക മാറ്റമാണ്, അതിന് വലിയൊരു പ്രാധാന്യമൊന്നും കൊടുക്കണ്ട എന്നുള്ള രീതിയിലാണോ കാണേണ്ടത് എന്നാണ് നമ്മുടെ ഇൻ്റർവ്യൂവറിൻ്റെ ചോദ്യം. ഈ ഒരു ചോദ്യത്തിന് വളരെ ഭംഗിയായിട്ടാണ് ഡേവിഡ് ക്രിസ്റ്റൽ ഉത്തരം പറയുന്നത്. അതായത് എന്തെന്നെ ഒരു ടെക്നോളജി ഇവിടെ പുതിയതായി ഉണ്ടാക്കിയാലും അതിനെ കുറ്റം പറയാൻ ഒരുപാട് ആളുകളുണ്ടാവും, അതിനെ ക്രിറ്റിസൈസ് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ടാവുമെന്നാണ് പറയുന്നത്. പ്രൊഫറ്റ്സ് ഓഫ് ഡൂം എന്നുള്ളൊരു വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. അതായത് പീപ്പിൾ ഹു പ്രെഡിക്റ്റ് ഡിസാസ്റ്റർ, എന്തെങ്കിലും വരാൻ പോകുന്നതിനെ പറ്റിയിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ പ്രിൻറ്റിംഗ് പ്രസ് 15ാം സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയ അന്ന് തൊട്ട് തന്നെ ഓരോ ആളുകൾ പറഞ്ഞു, അയ്യോ ഇതൊരു വലിയ ഡിസാസ്റ്ററാണ് കൊണ്ടുവരാൻ പോകുന്നത്, എന്തോ വലിയ പ്രശ്നമാണ് കൊണ്ടുവരാൻ പോകുന്നത്. അങ്ങനെയൊക്കെ ഇപ്പോഴും മൊബൈൽ വന്നപ്പോൾ അതിന് വന്ന മാറ്റങ്ങൾ അപ്പോഴും പറയണം ഇതെന്തോ വലിയ നാശമാണ് കൊണ്ടുവരാൻ പോകുന്നത്. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. എന്നതുപോലെ ഇവിടെ ടെക്സ്റ്റ്
ചെയ്യുന്ന സമയത്ത് ഈ ടെക്സ്റ്റ് ചെയ്യുന്നതിലൂടെ അത് നമ്മൾ സ്മോൾ അബ്രിവിയേഷൻസ്, ചെറിയ വാക്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ ലാംഗ്വേജിനെ നശിപ്പിക്കും. അതൊരു ഡിസാസ്റ്റർ ആണെന്ന് പലരും പറയുന്നുണ്ടെന്ന് പറയുന്നു. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ഇവിടെ ഡേവിഡ് ക്രിസ്റ്റൽ പറയുന്നുണ്ട്. അതായത് ഒരു ബ്രോഡ്കാസ്റ്ററിൻ്റെ പേരാണ് ജോൺ ഹംഫ്രീസ്. ഇദ്ദേഹം പറയുന്നത് ഈ ടെക്സ്റ്റിംഗ് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ താറുമാറാക്കും എന്നാണ് പറയുന്നത്. ടെക്സ്റ്റിംഗ് ഈസ് റൂയിനിങ് ഇംഗ്ലീഷ് എന്ന് പറയുന്നു. അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ, ഒരു മെൻഷനിങ് വെച്ചിട്ടാണ് പറയുന്നത്. ലൈക്ക് വാൻഡൽസ് ആൻഡ് ഗോത്സ്. വാൻഡൽസ് ആൻഡ് ഗോത്സ് എന്ന് പറയുന്നത് ഒരു തരം പുരാതന ട്രൈബുകളാണ്. ആ ട്രൈബുകൾ നമ്മുടെ റോമൻ എംപയറിനെ കയറി ഇൻവേഡ് ചെയ്തിട്ട് റോമൻ എംപയറിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ ഡിസ്ട്രോയ് ചെയ്തിട്ടുള്ളൊരു ട്രൈബുകളാണ്. ഒരു ഗോത്ര വിഭാഗത്തിൽപ്പെടുന്ന ട്രൈബുകളായിരുന്നു. അതുപോലെയാണ് നമ്മുടെ ടെക്സ്റ്റിംഗ് എന്നാണ് പറയുന്നത്. ഈ ട്രൈബുകളോട് നമ്മുടെ ടെക്സ്റ്റിങ്ങിനെ ഉപമിക്കുന്നു. അങ്ങനെ ഈ ടെക്സ്റ്റിംഗ് നമ്മുടെ ലാംഗ്വേജിലോട്ട് കയറി വന്ന് ലാംഗ്വേജിനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി ഡിസ്ട്രോയ് ചെയ്യുമെന്ന് ഈ ജോസഫ് ഹംഫ്രി പറയുന്നു. എന്നാൽ ഇത് തെറ്റാണ് എന്നാണ് നമ്മുടെ ഡേവിഡ് ക്രിസ്റ്റൽ പറയുന്നത്. ഇതെല്ലാം ടോട്ടലി റബ്ബിഷാണെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ലാംഗ്വേജിൽ അബ്രീവിയേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതെന്നിരുന്നാലും നമ്മൾ വളരെ അബ്രീവിയേഷൻസ് ഒക്കെ ലാംഗ്വേജിൽ വെറും 10% മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഒരു മെസ്സേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ 10% മാത്രമാണ് നമ്മൾ ഷോർട്ട് ഫോംസ് ഒക്കെ യൂസ് ചെയ്യുക. ബാക്കി 90% നമ്മൾ വലുതാക്കി നീറ്റായിട്ട് വളരെ വൃത്തിയിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമ്മളൊരു മെസ്സേജ് എഴുതുകയാണെങ്കിൽ അതിൽ വളരെ 10% മാത്രമാണ് നമ്മൾ ഷോർട്ട് ഫോംസ് ഒക്കെ യൂസ് ചെയ്യുള്ളൂ. ബാക്കി 90% നമ്മൾ വളരെ കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് എഴുതുന്നതെന്നാണ് ഡേവിഡ് ക്രിസ്റ്റലിൻ്റെ ഒപ്പീനിയൻ. ഇതാണ് ആ ഒരു വീഡിയോയിലുള്ളത്. ആക്ച്വലി ഇതൊരു വീഡിയോൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അത് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളൂ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്താൽ മതി. താങ്ക്